റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഡോക്ടർമാരുടെ തസ്തിക നിർണയത്തിൽ മലപ്പുറത്തിന് അവഗണന. 202 തസ്തികയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള മലപ്പുറത്തിന് ലഭിച്ചത് 4 എണ്ണം മാത്രം. ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന മഞ്ചേരി ജനറൽ ആശുപത്രിയെ പൂർണ്ണമായും തഴഞ്ഞു. കാർഡിയോളജി, യൂറോളജി, ഗൈനക്ക്, അനസ്തേഷ്യ വിഭാഗങ്ങളിൽ അനുവദിച്ച ഒരു തസ്തിക പോലും മലപ്പുറത്തിന് ലഭിച്ചിട്ടില്ല. ജില്ലയോടുള്ള അവഗണനയിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് UDFന്റെ നീക്കം. സർക്കാരിന് മലപ്പുറം വിരുദ്ധതയാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. അഷ്കർ അലി കരിമയുണ്ട്. ഇതെന്താ മലപ്പുറത്തിന് കൊടുക്കാത്തത്? 202-ൽ എങ്ങനെ വീതം വെച്ച് നോക്കിയാലും ചുരുങ്ങിയ പക്ഷം ഒരു 10-15 ഡോക്ടർമാരുടെ എങ്കിലും സേവനം മലപ്പുറത്തിന് ഇതിൽ നിന്ന് വേണം. അതിൽ കൂടുതൽ വേണം. 20 എണ്ണം കൊടുത്താലും 25 എണ്ണം കൊടുത്താലും കുഴപ്പമില്ല. ഈ സാഹചര്യത്തിലാണ് 4 ഡോക്ടർമാരെ പുതുതായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഇത് കടുത്ത വിവേചനമാണെന്ന് UDF പറയുന്നതിൽ കഴമ്പില്ലേ അഷ്കർ? അരുൺ, ഗുഡ് മോർണിംഗ്. ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ല ഈ ആരോഗ്യരംഗത്ത് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയധികം ഡോക്ടർമാരുടെ ആവശ്യം ഉള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. നേരത്തെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യരംഗത്ത് മലപ്പുറം ജില്ലയിൽ ആവശ്യമായ രീതിയിൽ ഡോക്ടർമാരില്ല, സ്റ്റാഫുകളില്ല എന്നുള്ളത് നേരത്തെ തന്നെ പലതവണ വാർത്തകളായതുമാണ്. ആ ഒരു ഘട്ടത്തിലാണ് 202ഓളം പുതിയ തസ്തികകൾ സർക്കാർ സൃഷ്ടിക്കുമ്പോൾ അതിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് തസ്തിക ലഭിച്ച ജില്ലയായി മലപ്പുറം മാറുന്നത്. അഥവാ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. പക്ഷേ ആ മലപ്പുറം ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് തസ്തികകൾ അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു വിരോധാഭാസം. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂരിൽ 41 തസ്തികകൾ സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ കാസർഗോഡ് 30, മറ്റ് പല ജില്ലകളിൽ 13, 16, 20 ഒക്കെ തസ്തിക സൃഷ്ടിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിൽ മാത്രം വെറും 4 തസ്തികയിൽ ഇത് ഒതുങ്ങിപ്പോയത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചില തസ്തികകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പോലും കാർഡിയോളജി വിഭാഗം, യൂറോളജി വിഭാഗം, ഗൈനക് വിഭാഗം അടക്കം ഈ തസ്തികകളൊക്കെ തന്നെ നിരവധി ജില്ലകളിൽ 1, 2, 3 പോസ്റ്റുകൾ വരെയൊക്കെ അനുവദിച്ചു. പത്തനംതിട്ടയിൽ കാർഡിയോളജിക്ക് 3 പോസ്റ്റുകൾ അനുവദിച്ചപ്പോൾ പോലും മലപ്പുറം ജില്ലയിൽ ഒരു പോസ്റ്റ് പോലും അനുവദിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. 48 അത്യാഹിത വിഭാഗത്തിലുള്ള മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികകളും ഇതിനോടൊപ്പം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ 48 തസ്തിക ഒരു സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ട് അതിൽ ഒരു തസ്തിക പോലും മലപ്പുറം ജില്ലയ്ക്ക് ഇല്ല എന്നുള്ളത് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കണക്കാണ്. അതിനോടൊപ്പം തന്നെ ഗൈനക്കോളജി വിഭാഗത്തിൽ 9, ശിശുപരിചരണ വിഭാഗത്തിൽ 3, അനസ്തേഷ്യ വിഭാഗത്തിൽ 21 തസ്തികകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ 21 തസ്തികകൾ ഉണ്ടാകുമ്പോൾ പോലും ആ 14 ജില്ലകൾ മാത്രമുള്ള സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല. മാത്രമല്ല, ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഇതുപോലെ തന്നെ 12 തസ്തികകൾ നിർമ്മിച്ചിരിക്കുന്നു. പക്ഷേ അതിലും മലപ്പുറത്തിന്റെ കണക്ക് വട്ടപൂജ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയൊക്കെ തന്നെ മലപ്പുറം ജില്ലയെ വലിയ തോതിൽ വിമർശിക്കുകയും സർക്കാർ വെള്ളാപ്പള്ളിക്ക് കുട പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിമർശനം നിലവിൽ തന്നെയുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സമാനമായ രീതിയിൽ ഒരു വികസനം നടപ്പിലാക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു സർക്കാർ ഒരു നയം നടപ്പിലാക്കുമ്പോൾ ഇത്തരത്തിൽ 202 തസ്തികകൾ സംസ്ഥാനത്ത് ആകമാനം കൊണ്ടുവരുന്നത് വലിയ നേട്ടം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ നേട്ടം കൊണ്ടുവരുമ്പോൾ ഒരു ജില്ലയ്ക്ക് മാത്രം വലിയ അവഗണന നേരിടേണ്ടി വരുന്നത് പ്രത്യക്ഷത്തിൽ ആ കണക്കുകൾ തന്നെ അവഗണന ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ടാണ് സർക്കാരിന് മലപ്പുറം ജില്ലയോട് ഒരു വിരുദ്ധതയുണ്ട്, മലപ്പുറം ജില്ലയെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാട് സർക്കാർ മനഃപൂർവ്വം സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. UDF മുസ്ലിം ലീഗ് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. ഇന്നലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പുനഃപരിശോധന വേണം എന്നുള്ളതാണ് UDF മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ പോലീസിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ ഈ മലപ്പുറത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഹിന്ദുവിന് നൽകിയ അഭിമുഖം അടക്കം പല വിഷയങ്ങളും ഇത്തരത്തിൽ സർക്കാർ പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്ര ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു വലിയ വിമർശനം കൂടി ഉയരുന്നത്. ആ വിമർശനത്തിന് കണക്കുകൾ സാധൂകരണം നൽകുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അഷ്കർ അലി കരിമ്പ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ഇത്തരം അവഗണനകളൊക്കെ നേരിടുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വീട്ടിലേക്കാണെങ്കിൽ എന്നെ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കും. മലപ്പുറത്തിനോടുള്ള ഈ അവഗണന മലപ്പുറത്തുകാർ ക്ഷമിക്കില്ല എന്നതാണ് UDFകാർ പറയുന്നത്. തീർച്ചയായിട്ടും സർക്കാർ അതിനകത്തൊരു പുനർവിചിന്തനം നടത്തുക. പുതുതായിട്ട് അനുവദിച്ച തസ്തികകളിൽ മലപ്പുറത്തിന്റെ ജനസാന്ദ്രത പരിശോധിച്ചുകൊണ്ട് കൂടുതലും കൊടുക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് മലപ്പുറത്തിന് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പണ്ട് ചില ആളുകൾ പറഞ്ഞതുപോലെയല്ല. മലപ്പുറത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് മലപ്പുറം അത് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിനെതിരെ തിരിഞ്ഞു നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങൾക്ക് കൂടുതൽ ഡോക്ടർമാരുടെ സേവനം വേണമപ്പാ. അത് ഡോക്ടർമാരുടെ സേവനമല്ലേ ചോദിക്കുന്നുള്ളൂ, അത് കൊടുത്തൂടെ എന്നുള്ളതാണ്. അപ്പോൾ 202 പേരെ അനുവദിച്ചതിൽ 4 തസ്തിക മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനകത്തൊരു അന്യായമായിട്ടുള്ള വിവേചനമുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. കൂടുതൽ ആളുകളെ കൊടുക്കുക, അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് ഈ മഞ്ചേരി ജനറൽ ആശുപത്രിക്കും മെഡിക്കൽ കോളേജിനുമൊക്കെ കൂടുതൽ തസ്തികകൾ അനുവദിച്ചു കൊടുക്കുക. അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പാ?